വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. വ്യത്യസ്തകരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ടോക്കാണ്. കാരണം എബ്രിസെ എസെ ആയിട്ട് നമ്മൾ ലിങ്ക്ഡ് അല്ല. പക്ഷെ എന്റെ ഒരു ചോദ്യം, വൈ ആർ വി നോട്ട് ലിങ്ക്ഡ്? കാരണം 68 മില്യൺ പൗണ്ട് റിലീസ് ക്ലോസ് ഉള്ള റൈറ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഒരു നമ്പർ 10 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു ബോൾ ക്യാരിങ്, ബോൾ ഡ്രിബിളിംഗ് എബിലിറ്റി ഉള്ള ഒരു മിഡ്ഫീൽഡർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് പുള്ളിക്കാരനെ പുറകെ പോകുന്നില്ല എന്നാണ് എന്റെ ഒരു ചോദ്യം. ജേമി ഗിട്ടൻസിന്റെ ഡീൽ അവിടെ കിടക്കട്ടെ. അത് ഏകദേശം മറ്റേ ഫെബ്രിസിയോ റൊമാനോ സെയിം കഥ തന്നെ വീണ്ടും വീണ്ടും വേറെ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്തിക്കൊണ്ടിരിക്കുന്നു, എത്താൻ പോകുന്നു, എത്തിക്കഴിഞ്ഞിരിക്കുന്നു, വാലുവേഷൻ മീറ്റ് ചെയ്യേണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ടോക്സ് ആർ പോസിറ്റീവ്. പക്ഷെ ഇത്രയും പോസിറ്റീവ് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സംശയം വരും, മിക്കവാറും നടക്കില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ദിസ് ഷുഡ് ഹാപ്പൻ. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും നാള് ഡിസ്കഷൻ കൊണ്ടെത്തിയിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സർപ്രൈസ്ഡ്. പക്ഷെ ജേമി ഗിട്ടൻസ് ഡീൽ അത് അവിടെ കിടക്കട്ടെ. അത് നടക്കുന്നുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് ഓഫ് വിങ്ങർ ഉണ്ട്. മാലിക് ഫൊഫാനയുടെ റിലീസ് ക്ലോസ്, കാരണം ലിയോൺ ഇപ്പോ റെലിഗേറ്റഡ് ആയി. അപ്പൊ അതിന്റെ പുറകിൽ മാലിക് ഫൊഫാനയുടെ റിലീസ് ക്ലോസ് 30 മില്യൺ പൗണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. പക്ഷെ ലിയോൺ അങ്ങനെ റെലിഗേറ്റഡ് ആവില്ല. അവർ അപ്പീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അപ്പീൽ ചെയ്യാനുണ്ട്. അപ്പീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും തിരിച്ച് ലീഗിലേക്ക് വരാം. അതിന്റെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതവിടെ കിടക്കട്ടെ. അതിപ്പോ റെലിഗേറ്റഡ് ആവുമോ ഇല്ലെന്ന് പറഞ്ഞൂടാ. ജേമി ഗിട്ടൻസിന്റെ ഡിസ്കഷൻ ഫോർവേഡ് ആയിട്ട് നടക്കുന്നു, പോസിറ്റീവായിട്ട് നടക്കുന്നു, എല്ലാം ഓക്കെ. പക്ഷെ എബ്രിസെ എസെ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഈസ് ബ്രില്യന്റ്. ക്രിസ്റ്റൽ പാലസിന് വേണ്ടി വൺ ഓഫ് ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേയേഴ്സ്. ഇപ്പുറത്ത് ഒലീസെ, എസെ, ബോത്ത് ഓഫ് ദം, അവരുടെ രണ്ടുപേരുടെയും ഔട്ട്പുട്ട് ഹാസ് ബീൻ ഇൻക്രെഡിബിൾ. ആൻഡ് 68 മില്യൺ പൗണ്ടിന് ഇപ്പോൾ ആർസണൽ പുള്ളിക്കാരനെ ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന്. നൗ ദ പ്രോബ്ലം, എസെനെ സംബന്ധിച്ച് ഹി ഈസ് നോട്ട് എ ലെഫ്റ്റ് വിങ്ങർ. ഇൻഫാക്ട് എസെ ഒരു ഗ്രീലിഷ്, സാൻചോ സ്റ്റൈൽ മോഡലുള്ള ഒരു പ്രൊഫൈലുള്ള ഒരു പ്ലെയർ ആണ്. നൗ രണ്ടുപേരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഇവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കമ്പയർ ചെയ്യാണ് കുറെ കളിയാക്കിയുള്ള ഇമോജി ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ കമ്പയർ ചെയ്യുന്നില്ല. ഞാനൊരു പ്ലെയർ പ്രൊഫൈലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ചുറ്റും 1-2 ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വൺ ടച്ച് ഒക്കെ കളിച്ച് ലിങ്ക് ചെയ്ത് ഒരു സിൽക്കി സ്മൂത്ത് ടൈപ്പ് ഉള്ള ഒരു പാൽമറിന്റെ വേറൊരു രൂപം ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ ഹി ടേക്സ് എ ലോട്ട് ഓഫ് ഷോട്ട്സ്, ഹൈ വോളിയം ഷോട്ട് ടേക്കർ ആണ്. അത്യാവശ്യം നല്ലോണം ഡ്രിബിൾ ചെയ്ത് ബോൾ കൺട്രോൾ ചെയ്ത് ഉള്ളിലേക്ക് ഓടിപ്പോകും. നമ്മളിപ്പോ മോർഗൻ റോജേഴ്സ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരുന്നു. ഏകദേശം ആ ഒരു പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നമ്പർ 10 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ പറ്റിയ ഒരു പ്രൊഫൈലാണ്. ഇൻഫാക്ട് എൻസോ ഫെർണാണ്ടസ് എന്താണോ ഓഫർ ചെയ്യാൻ പറ്റാത്ത അത് ഓഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് എസെ. ആൻഡ് ദാറ്റ് ഈസ് എ പ്രൊഫൈൽ വി ആർ ലാക്കിംഗ്. പക്ഷെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിൽ ജോവാവോ പെഡ്രോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്കിറ്റിക്കെ, ഇങ്ങനത്തെ പ്രൊഫൈൽസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ എന്തുകൊണ്ട് നമ്മൾ എസേനെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഹി ഈസ് നോട്ട് ആൻ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ. ഒരു 1-on-1 ഡ്രിബിളർ, ബോക്സ് ക്രാഷർ അല്ല. സംതിങ് ലൈക്ക് നോണി മാഡുവക്കെ, അല്ലെങ്കിൽ പറയുന്ന പോലെ ജേമി ഗിട്ടൻസ്, മാലിക് ഫൊഫാന, അങ്ങനത്തെ ടൈപ്പ് ഒരു പ്രൊഫൈൽ അല്ല. ഒരു പ്യോർ ഡ്രിബിളർ, ബോക്സ് ക്രാഷർ തരത്തിലുള്ള പ്ലെയർ അല്ല. പുള്ളിക്കാരൻ ഹാഫ് സ്പേസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരു 3-4-2-1 ഫോർമേഷനിലൊക്കെ വളരെ ക്ലിക്ക് ആവാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ എൻസോ ഫെർണാണ്ടസിന് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരു പ്ലെയറിനെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് കളിപ്പിക്കുകയും വേണം. ആൻഡ് പോരാത്തതിന് എസെ ഈസ് 26 years old. അപ്പൊ ചെൽസി ബോർഡ് കണ്ടപ്പോ തന്നെ അയ്യോ 26 വയസ്സായേ, അയ്യോ എനിക്ക് വേണ്ടായേ എന്നും പറഞ്ഞ് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് കിടന്ന് നിലവിളിക്കുന്നുണ്ടാവാം. അതൊരു കാരണമാവാം. ആൻഡ് പ്രോബബിളി നമ്മൾ നോക്കുന്ന ഒരു സെക്കൻഡ് സ്ട്രൈക്കർ / അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ടൈപ്പ്, സെക്കൻഡ് സ്ട്രൈക്കർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നല്ല, ഒരു സെക്കൻഡ് സ്ട്രൈക്കർ തരത്തിലുള്ള ഒരു പ്രൊഫൈൽ അല്ലാത്തത് കൊണ്ടാവണം നമ്മൾ എസെനെ ടാർഗറ്റ് ചെയ്യാത്തത്. ഇതല്ലാണ്ട് വേറൊരു റീസൺ ഞാൻ കാണുന്നില്ല. പിന്നെ എസെ വന്നു കഴിഞ്ഞാൽ ഹി ഹാവ് ടു സ്റ്റാർട്ട് ഓൾ ഗെയിംസ്. എൻസോ ഫെർണാണ്ടസ് കഴിഞ്ഞ സീസണിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ ക്ലബ് വേൾഡ് കപ്പിലും തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻസോ ഫെർണാണ്ടസിനെ നേരിട്ട് അങ്ങോട്ട് മാറ്റി നിർത്താനും പറ്റില്ല, എസെക്ക് ഫുൾ ഗെയിം ടൈം കൊടുക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ എസെനെ മേടിച്ചു കഴിഞ്ഞാൽ സ്ക്വാഡ് ഡെപ്ത് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും കോംപ്ലിക്കേഷൻ ആവും. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു എക്കിറ്റിക്കനെ മേടിച്ചു കഴിഞ്ഞാൽ 100 മില്യണിൽ മേ ബി വി ക്യാൻ റൊട്ടേറ്റ് ബിറ്റ്വീൻ എക്കിറ്റിക്കെ ആൻഡ് 100 മില്യൺ ഒന്നും നമ്മൾ മേടിക്കില്ല. നമ്മൾ ഒരു 50-60 മില്യൺ മേടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം വിത്ത് എൻസോ ഫെർണാണ്ടസ്. കുറച്ചും കൂടി യങ്സ്റ്ററിനെ മേടിച്ച അതാണോ ചിന്താഗതി എനിക്കറിയില്ല. എനിവേ നമ്മൾ ഒരു സെക്കൻഡ് സ്ട്രൈക്കറിനെ മേടിച്ചാലും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ മേടിച്ചാൽ പോലും എൻസോ ഫെർണാണ്ടസിന്റെ ഡിഫറെന്റ് പ്രൊഫൈലിനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പാർട്ട് ഫ്രം ജേമി ഗിട്ടൻസ്. അപ്പൊ എൻസോ ഫെർണാണ്ടസിന് ഡെപ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എൻസോ ഫെർണാണ്ടസിന് ഗെയിം ടൈം കൊടുക്കാണ്ടിരിക്കണം. അതിന് ഇത്രയും നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറിന് ഗെയിം ടൈം കൊടുക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത് വേറൊരു മണ്ടത്തരവുമാണ്. സോ ഒന്ന്, എനിക്ക് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എവിടെ വന്ന് കളിക്കും എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ. 2, എസേനെ സൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഒരാൾ വന്നു കഴിഞ്ഞാലും എൻസോ ഫെർണാണ്ടസിന്റെ റോൾ എന്തായിരിക്കും ടീമിൽ എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്റെ മനസ്സിലുണ്ട്. കാരണം എങ്ങനെ പറഞ്ഞാലും
നമ്മുടെ അറ്റാക്ക് ഷേപ്പ് വിൽ ബി 3-5. ആ ഫ്രണ്ടിൽ 5 പേരെ അറ്റാക്ക് ചെയ്യാനുള്ളൂ, 4 പേര് മിഡിലിൽ, ഡെലാപ്പ് അപ്പ് ഫ്രണ്ട്, ഡെലാപ്പ് ഓർ ജാക്സൺ. ഇൻട്രസ്റ്റിംഗ് തോട്ട്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ്. വൈ ആർ വി നോട്ട് ഗോയിങ് ഫോർ എസെ? എസെക്ക് പോയാലും എസെനെ നമ്മൾ ചേസ് ചെയ്താലും വാട്ട് അബൌട്ട് എൻസോ ഫെർണാണ്ടസ്? കമന്റ് സെക്ഷനിൽ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Signing off, SK from Chelsea Car.